മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദൻ അന്തരിച്ചു. 101 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് 3:20 അന്ത്യം. മൃതദേഹം ഇന്ന് രാവിലെ 9 മണിക്ക് ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും. ഉച്ചയോടെ മൃതദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. സംസ്കാരം നാളെ നടക്കും. 16-ാം വയസ്സിൽ ആലപ്പുഴയിലെ ഫ്യൂഡൽ ഭൂവുടമകൾക്കും കൊളോണിയൽ ഭരണത്തിനുമെതിരായ ജനകീയ പ്രതിപക്ഷത്തിൽ ചേർന്നുകൊണ്ടാണ് ശ്രീ അച്യുതാനന്ദൻ തന്റെ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചത്. കുട്ടനാട്ടിലെ കരാർ കർഷക തൊഴിലാളികളെയും ആസ്പിൻവാൾ ഫാക്ടറി തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ആക്ടിവിസ്റ്റും പ്രക്ഷോഭകനുമായി അദ്ദേഹം തന്റെ ജീവിതം ആരംഭിച്ചു. 1946-ൽ കൊളോണിയൽ സർക്കാരിനെതിരെ നടന്ന ഇടതുപക്ഷ സമരത്തിൽ ശ്രീ അച്യുതാനന്ദൻ സജീവമായി പങ്കെടുത്തിരുന്നു. അത് ചരിത്രപരവും ദാരുണവുമായ പുന്നപ്ര വയലാർ കലാപത്തിൽ കലാശിച്ചു. അദ്ദേഹം ഒളിവിൽ പോയെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടുകയും പോലീസ് കസ്റ്റഡിയിൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. പോലീസ് തന്നെ മർദ്ദിക്കുകയും റൈഫിൾ ബയണറ്റ് ഉപയോഗിച്ച് കാലിനടിയിൽ കുത്തിക്കയറ്റുകയും ചെയ്തതായി ശ്രീ അച്യുതാനന്ദൻ പിന്നീട് ഓർമ്മിച്ചു. പോലീസ് തന്നെ മരിച്ചതായി കരുതി ഉപേക്ഷിച്ചുവെന്നും ജീവന്റെ ലക്ഷണങ്ങൾ കണ്ട സഹതടവുകാരനില്ലായിരുന്നെങ്കിൽ അജ്ഞാതമായ ഒരു കുഴിമാടത്തിൽ അവസാനിക്കുമായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. 1923-ൽ ആലപ്പുഴയിലെ പുന്നപ്രയിൽ ഒരു കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച അച്യുതാനന്ദൻ വ്യക്തിപരവും രാഷ്ട്രീയവുമായ ദുരിതങ്ങൾ നിറഞ്ഞ പോരാട്ടങ്ങൾക്കൊപ്പം ദൈനംദിന ദാരിദ്ര്യനിർമ്മാർജ്ജനവും ഉൾപ്പെടെ നിരവധി പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും നേരിട്ടു. ശ്രീ അച്യുതാനന്ദന് മാതാപിതാക്കളെ നേരത്തെ തന്നെ നഷ്ടപ്പെട്ടു. അമ്മയെ വസൂരി ബാധിച്ച് നഷ്ടപ്പെട്ടു. 16-ാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് നേതാവായ P. കൃഷ്ണപിള്ളയാണ് അദ്ദേഹത്തെ സ്വാതന്ത്ര്യസമരത്തിലേക്ക് നയിച്ചത്. ജീവിതത്തിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യവും ദിശാബോധവും നൽകിയ ഒരു ഗുരു എന്നാണ് അദ്ദേഹം പിന്നീട് കൃഷ്ണപിള്ളിയെ വിശേഷിപ്പിച്ചത്. തന്റെ കൈവശമുണ്ടായിരുന്ന ഒരേയൊരു വസ്ത്രം പടികളിൽ ഉണങ്ങുന്നതുവരെ ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിക്കുമെന്ന് ശ്രീ അച്യുതാനന്ദൻ പലപ്പോഴും തമാശ പറയുമായിരുന്നു. ക്ഷേത്ര പൂജാരി ബാക്കിയുണ്ടായിരുന്ന അരി അദ്ദേഹത്തിന് ഊട്ടുകയും കുറച്ചുകാലം തയ്യൽക്കാരനായി പരിശീലനം നേടുകയും ചെയ്തു. 1964-ൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് പിരിഞ്ഞുപോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായി അച്യുതാനന്ദൻ മാറി. പിന്നീട് അടിയന്തരാവസ്ഥക്കാലത്ത് സർക്കാർ അദ്ദേഹത്തെ ജയിലിലടച്ചു. CPIM സംസ്ഥാന സെക്രട്ടറിയായി ശ്രീ അച്യുതാനന്ദൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പാർട്ടി അച്ചടക്കത്തിൽ അദ്ദേഹം എപ്പോഴും ഉറച്ചുനിന്നിരുന്നില്ല. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ധിക്കരിച്ചതിന് 2009-ൽ CPIM അദ്ദേഹത്തെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കി. 2012-ൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ശ്രീ അച്യുതാനന്ദൻ പാർട്ടിയുടെ ആജ്ഞ ലംഘിച്ചു. കൊല്ലപ്പെട്ട CPIM വിമതനും റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി നേതാവുമായ ETP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമയെ അദ്ദേഹം സന്ദർശിച്ചു. കൊലപാതകത്തിന് ഉത്തരവാദികളായ CPIM-നെ ആക്രമിക്കാൻ കോൺഗ്രസ് പാർട്ടി ഈ സന്ദർശനത്തെ ആയുധമാക്കി. അച്യുതാനന്ദൻ ഒരു കടുത്ത കമ്മ്യൂണിസ്റ്റായിരുന്നു. പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളിൽ നിന്ന് വളരെ അപൂർവമായി മാത്രമേ അദ്ദേഹം പിന്മാറിയിരുന്നുള്ളൂ. ഒരു പ്രാസംഗികനെന്ന നിലയിൽ അച്യുതാനന്ദന്റെ പ്രസംഗം വ്യത്യസ്തമായിരുന്നു. ഗ്രാമീണമായ ഇഴിച്ചേർന്ന ശൈലിയും കഠിനമായ പരിഹാസവും ശക്തമായ നർമ്മവും അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. അദ്ദേഹം ജനക്കൂട്ടത്തെ ആകർഷിച്ചു. രാഷ്ട്രീയ ആക്ഷേപഹാസ്യ എഴുത്തുകാരുടെ ഒരു പ്രധാന ഘടകവുമായിരുന്നു. തന്റെ കൈവശമുണ്ടായിരുന്ന ഒരേയൊരു വസ്ത്രം പടികളിൽ ഉണങ്ങുന്നതുവരെ ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിക്കുമെന്ന് ശ്രീ അച്യുതാനന്ദൻ പലപ്പോഴും തമാശ പറയുമായിരുന്നു. ക്ഷേത്ര പൂജാരി ബാക്കിയുണ്ടായിരുന്ന അരി അദ്ദേഹത്തിന് ഊട്ടുകയും കുറച്ചുകാലം തയ്യൽക്കാരനായി പരിശീലനം നേടുകയും ചെയ്തു. 1964-ൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് പിരിഞ്ഞുപോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായി അച്യുതാനന്ദൻ മാറി. പിന്നീട് അടിയന്തരാവസ്ഥക്കാലത്ത് സർക്കാർ അദ്ദേഹത്തെ ജയിലിലടച്ചു. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്.